Hi dears, welcome back. ഇന്ന് ഞാൻ ഓവണോ ഗ്രില്ലോ ഒന്നുമില്ലാതെ അൽഫാം എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് കാണിക്കുകയാണ്. അപ്പോൾ സിമ്പിളാണ് തയ്യാറാക്കാൻ, നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റിൽ ഇത് കിട്ടുകയും ചെയ്യും ഈ രീതിയിൽ തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ ഓവണും ഗ്രില്ലൊന്നും ഇല്ലാത്തവർ ഒട്ടും വിഷമിക്കേണ്ട, നമുക്കും തയ്യാറാക്കി എടുക്കാം വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് അൽഫാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ പ്ലീസ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ വരുന്നില്ലേ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ എടുക്കണം. ചിക്കന് വലിയ പീസായിട്ട് കട്ട് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ തൊലിയോട് കൂടിയുള്ള ചിക്കനാണ് കിട്ടുന്നതെങ്കിൽ അതാണ് ബെറ്റർ. എനിക്ക് അതുപോലത്തെ ചിക്കൻ കിട്ടിയിട്ടില്ല, അപ്പോൾ തൊലി ഇല്ലാത്ത ചിക്കനാണ്. അങ്ങനെ ഒരു 6 പീസാണ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതൊരു കട്ടിംഗ് ബോർഡിലോ എവിടെയും വെച്ചിട്ട് ഒരു നല്ല വെയിറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹിറ്റ് ചെയ്ത് കൊടുക്കണം, കുത്തി കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് പാനിലല്ലേ തയ്യാറാക്കി എടുക്കുന്നത്. പാനിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ അത് പരന്നിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗ്രില്ലിലൊക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ പാനിലായതുകൊണ്ടാണ് ഇതുപോലെ അങ്ങ് കുത്തി കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് കഴുകിയതിന് ശേഷമായിട്ടാണ് ഞാനൊന്ന് കുത്തി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനുശേഷം ഇതുപോലെ അങ്ങ് വരഞ്ഞു കൊടുക്കുക കത്തി വെച്ചിട്ട്, ഉള്ളിലൊക്കെ മസാല ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇങ്ങനെ വരഞ്ഞു കൊടുത്ത ശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും അതിൽ നിന്നൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം ഒരു ബൗളിലേക്ക് മാറ്റാൻ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ 2 ടേബിൾ സ്പൂണ് തൈരും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാലകളൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മറ്റ് മസാലകളൊക്കെ റെഡിയാക്കുന്നത് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് മല്ലിയാണ്, പച്ചമല്ലി ഉണ്ടല്ലോ, അത് 1.5 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണാണ് കേട്ടോ ചെറിയ ജീരകം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അത് പൊടിച്ചെടുക്കാൻ പാകത്തിലൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്ത ശേഷം ഒരു ബ്ലെൻഡറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന അൽഫാം മസാലയും യൂസ് ചെയ്യാം കേട്ടോ. അതിന് പകരമാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒരു 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു സവാളയുടെ പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് തന്നെ മതിയാവും. അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു സവാളയുടെ പകുതി എടുക്കുക. പിന്നെ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ അതും പകുതി മതി, ഒരു തക്കാളിയുടെ പകുതി മതി കേട്ടോ. അതും ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇത് സെക്കൻഡ് മാരിനേഷനാണ്. ആദ്യം നമ്മൾ ഫസ്റ്റ് മാരിനേഷൻ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഈ ഒരു മാരിനേഷനും ചേർത്തിട്ട് പിന്നെ അതിലേക്കൊരു 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് തന്നെ പിടിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒലീവ് ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ വേറെ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് എന്തായാലും ചേർത്ത് കൊടുക്കുക. പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഏതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക.
എന്നിട്ട് ഇത് ചുരുങ്ങിയതൊരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. കഴിയണം മാക്സിമം എത്ര പറ്റുന്ന അത്രത്തോളം ചെയ്യാം കേട്ടോ. 10 മണിക്കൂറൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത്രയൊക്കെ ബെസ്റ്റാണ്. ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം വെച്ച് കൊടുക്കുക. ഞാനൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാന് ഒന്ന് ചൂടാവാനായിട്ട് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓയിൽ ചേർക്കേണ്ട ആവശ്യം വരില്ല, നമ്മളിത് ഗ്രില്ലിലാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഗ്രില്ലില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാലോ. അപ്പോൾ അങ്ങനെ അത് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് നമ്മളെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് അല്ല, 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഒരു അൽഫാം ലുക്ക് വരുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. 2 സൈഡും ഇതുപോലെ ഒരു കളറാവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് അൽഫാം എന്ന് പറയാൻ പറ്റുള്ളൂ. കരിഞ്ഞ രീതിയിലാവുന്ന രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് കുക്കായി ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇങ്ങനെ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയാണ് നമ്മുടെ സ്പെഷ്യലായിട്ട് ഇത് അൽഫാമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കേണ്ടത്. ഞാൻ കുറച്ച് ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പുക പോകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം. അപ്പോൾ ആ ഒരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫോയിൽ പേപ്പർ ഉപയോഗിച്ചിട്ട് അടച്ചു കൊടുക്കുക കേട്ടോ. ഒരു 15 മിനിറ്റ് ഇതിൽ ഇതുപോലെ കിടക്കട്ടെ. അപ്പോൾ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ചിരട്ടക്കരിയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ ഒരു പുക മുഴുവൻ ആ ഒരു പാനിൽ തന്നെ ഉള്ളിൽ തന്നെ കിടന്ന് സംഭവം റെഡി ആവണം. എങ്കിൽ മാത്രം നല്ലൊരു സ്മോക്കി സ്മെല്ല് വരുമ്പോഴാണ് നമ്മുടെ ഈ അൽഫാമാന്ന് നമുക്ക് തോന്നിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെർഫെക്റ്റ് ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ മയണൈസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ മയണൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. മുട്ടയില്ലാതെ ഓയിൽ കുറച്ച് തയ്യാറാക്കിയിട്ടുള്ള മയണൈസാണ്. അതിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ പെർഫെക്റ്റ് അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്ക് ഉണ്ടാക്കിയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്